കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കറുപ്പേതാ വെളുപ്പേതാന്ന് ഭാമ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല മോളെ, പ്രീതി എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? DNA ടെസ്റ്റിന് തന്നെയാ അച്ഛാ. വസുമതി ആന്റിയാ കൂട്ടിക്കൊണ്ടു വന്നത്. അച്ഛാ സാരമില്ല, ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. ആ, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാം. അല്ല, എന്നിട്ടും പ്രീതി ഹോസ്പിറ്റലിൽ നിന്ന് വസുമതി ആന്റി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ കഴിച്ചതാണോ? ആ, അവളോട് സ്നേഹം തോന്നി തുടങ്ങിയ കുഴപ്പമാണല്ലോ. ഇത് മുളയിലേ നുള്ളണം. എന്താ ഒരു വഴി? ആ, അത് തന്നെ. ഇതല്ലേ അവളുടെ ബാഗ്. കാണിച്ചു തരാടി ഞാൻ. അവളുടെ ഒരു തുണി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നിനക്ക് എന്റെ ബാഗിനോടും ഡ്രസ്സിനോടും ഒക്കെ പെട്ടെന്നൊരു പ്രേമം? അത് നിന്നോടുള്ള പ്രേമം തന്നെയാടി. ആന്റിയെ കാണിച്ചു കൊടുക്കാൻ. നീ നിന്റെ ആന്റിയെ എന്ത് കാണിച്ചു കൊടുക്കുമെന്ന്? ആന്റിയുടെ ഉള്ളിൽ ഇപ്പൊ നിന്നെ കുറിച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ, എനിക്കത് തകർക്കണോടി. അല്ല, ഈ സോഫ്റ്റ് കോർണറും സാരിയും അതെന്താ? നീ ഇവിടെ ഓരോ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ആന്റിയെ ബോധ്യപ്പെടുത്തണം. ഞാൻ എന്ത് വൃത്തികേട് കാണിച്ചെന്നാ? നല്ല ഭംഗിയായി കിടന്നിരുന്ന എന്റെ റൂം നീ ഇങ്ങനെ അലങ്കോലാക്കിയില്ലേ? അതിന് നീയല്ലേ എന്റെ സാരിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞത്? അക്കാര്യം നമുക്ക് രണ്ടാൾക്കല്ലേ അറിയൂ, ആന്റിക്ക് അറിയില്ലല്ലോ. ആന്റി ഞാൻ പറയുന്നതേ വിശ്വസിക്കൂ. അത് ഞാൻ സമ്മതിച്ചു. ഇനിയിപ്പോ അനന്തര നടപടിയായിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എത്രയും പെട്ടെന്ന് ഇത് ആന്റിയെ കാണിച്ചു കൊടുക്കണം. ആ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ എന്ന് നിന്നേ. എന്നോട് ക്ഷമ പറയാനാണെങ്കി വേണ്ട, അതിനി ഇവിടെ എടുക്കില്ല. ക്ഷമ പറയാനൊന്നുമല്ല, നിന്നെ ഒരു ഷോർട്ട് ഫിലിം കാണിച്ചു തരാനാ. ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം, അതിന് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിലേ നീ താഴെ എത്തുന്നതിന് മുൻപേ സത്യാമ്മയുടെ മൊബൈലിലെ ഈ ഷോർട്ട് ഫിലിം എത്തും. ഇത് സത്യാമ്മ കണ്ട പിന്നെ നീ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ചുമ്മാ വരട്ടാതടി. പക്ഷേ നീ നായികയായ ഷോർട്ട് ഫിലിം മറ്റാരും കാണുന്നതിന് മുമ്പ് നീ തന്നെ കാണുന്നതല്ലേ സുസ്മിതേ അതിന്റെ ഒരു ഇത്? ഞാൻ നായിക?
ആ, ഞാനോ? ഇത് സത്യം, പച്ചയായ സത്യം. ശാലിനി, എന്നാ ഇനി നീ ചെല്ല്. നിന്റെ ഭാമാന്റെ അടുത്തേക്ക് കള്ളക്കഥയും പറഞ്ഞോണ്ട് ചെല്ലു ചെല്ലു. ശാലിനി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെല്ലാം. അയ്യോ ശാലിനി. അല്ല, നീ തന്നെ പറഞ്ഞില്ലേ സത്യാമ്മയ്ക്ക് എന്നോട് സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. അത് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശാലിനി, ശാലിനി, സത്യാമ്മേ, ശാലിനി പ്ലീസ്. ശാലിനി വേണ്ട, വീട് സുസ്മിത. ശാലിനി ഒന്ന് നിക്ക്. സത്യാമ്മേ, ശാലിനി ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ. എന്താ മോളെ? ശാലിനി വേണ്ട. എന്താ എന്താ ഇവിടെ? ഇതാ ഈ നിൽക്കുന്ന സുസ്മിതയെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കാറില്ലായിരുന്നു. ഇവള് ചെയ്യുന്ന തെറ്റുകൾക്ക് തെളിവ് സൂക്ഷിക്കുന്ന പതിവും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വ്യക്തമായ തെളിവായിട്ടാ ഞാൻ സത്യാമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. കണ്ടു നോക്ക് ഇവളെന്താ ചെയ്തെന്ന്. അമ്പ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. ആന്റി, ചെറിയൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ? ചെറിയ തെറ്റ് അല്ലടി. പ്രീതി എന്ന് പറയുന്നത് എന്റെ ഹൃദയം വെടിപ്പാ. അവളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുന്ന അവള് ഭയന്നെങ്കിലും ആ കുഞ്ഞാടി എന്റെ പ്രാണൻ. അതിനു വേണ്ടിയാ ശാലിനി പ്രീതിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ നിനക്ക് എല്ലിനിടയിൽ കുത്തുന്നു അല്ലേ? ആന്റി, കൊണ്ടുപോകരുത് നിന്നെ എന്റെ മുന്നിൽ ഇനി. ആന്റി, ഇറങ്ങടി. അയ്യോ പോകാൻ. ആന്റി പ്ലീസ് ആന്റി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ആന്റി വരാൻ. ആന്റി പാടി ഇങ്ങോട്ട്. ഞാൻ പറയട്ടെ ആന്റി. വാ, പോടി. ആന്റി ഞാൻ പറയുന്നൊന്ന് കേക്ക്. പോകാൻ. വന്നു പോകരുത് ഇനി എന്റെ മുന്നില്. എന്തടി പുറത്തു പോണോ നിനക്ക്? ഈ ഷോർട്ട് ഫിലിമിലെ നിന്റെ ആക്ഷൻ കാണുമ്പോഴേ ആന്റിയുടെ റിയാക്ഷൻ എന്താവൂന്ന് ആലോചിക്കായിരുന്നു അല്ലേ? ശാലിനി, ഞാനിത് ആന്റിയെ കാണിക്കണോ വേണ്ടയോന്ന് നീ തന്നെ തീരുമാനിക്കണം. പ്ലീസ് ശാലിനി, കാണിക്കല്ലേ. പേടിയുണ്ട് നിനക്ക്. അല്ല, ഇത് കാണിക്കാതിരിക്കുന്നത് കൊണ്ടേ എനിക്കിപ്പോ എന്താ മെച്ചം? അത് ഞാനിപ്പോ ഇത് കാണിക്കുകയാണെങ്കിൽ നീ എന്ന ശല്യം
എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു കിട്ടും. എനിക്ക് അത്രയും തലവേദന കുറയും. ശാലിനി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. നീ കാല് പിടിച്ചോണ്ട് എന്താടി മെച്ചം? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് പറ. പറ ശാലിനി. നീ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്ക. ആ, ഏത് ഡ്രസ്സ്? നീ എന്തൊക്കെയാണോ എന്റെ ബാഗിൽ നിന്ന് വലിച്ചു പാരി പുറത്തോട്ടിട്ടോ അത് മുഴുവൻ. ഇത് മുഴുവനോ? അത് വാരി വലിച്ച് പുറത്തോട്ടിട്ടപ്പോഴേ നിന്റെ ഈ കൈക്ക് ബലക്കുറവൊന്നും കണ്ടില്ലല്ലോ. എന്നാലും ശാലിനി, മുഴുവനെന്ന് പറയുമ്പോ നിനക്ക് എനിക്കൊരു പണിഷ്മെന്റ് തന്നാ മതിയെങ്കിൽ ഞാൻ വേണമെങ്കിൽ 1 2 സത്യാമേ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മുഴുവൻ അലക്കിക്കോളാം. എന്നാ അലക്കിക്കോ. അതൂടെ പെട്ടെന്ന് വേണം. കറക്റ്റ് 1 മിനിറ്റിന് ശേഷം നീ വലിച്ച് പുറത്തിട്ട് ഏതെങ്കിലും തുണിയോ ഈ റൂമിൽ കണ്ട ഈ വീഡിയോ സത്യമയുടെ ഫോണിലെത്തും. പെട്ടെന്നാവട്ടെ. ഇത് എന്താ 1 മിനിറ്റ് കഴിഞ്ഞോ? ഇല്ല, 2 വ്യവസ്ഥകളുണ്ട്. എന്ത്? ഇതിനെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ? നീ തന്നെയാണ് വാഷിംഗ് മെഷീൻ. ശാലിനി. സത്യാമ്മേ. വേണ്ട, ഞാൻ തന്നെയാ വാഷിംഗ് മെഷീൻ. പിന്നെ രണ്ടാമത്തെ വ്യവസ്ഥ എന്താ? എന്നോടുള്ള ഈ ദേഷ്യമുണ്ടല്ലോ, അതെന്റെ ഈ പാവം തുണികളോട് തീർക്കരുത്. ഇതിലേതെങ്കിലും ഒരു സാരിയുടെ നൂല് പൊട്ടിയ നീ വിവരം അറിയും. മനസ്സിലായി. എന്നാ പോടേ പെട്ടെന്ന്.
അമ്മയ്ക്ക് ശാലിനിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി സുസ്മിതയോടൊപ്പമുള്ള ശാലിനിയുടെ കിടപ്പൂടി ഒന്ന് മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു. കിടപ്പാട് എന്റെ മുറിയിലേക്ക് മാറ്റിക്കോട്ടെ. കുടികിടപ്പ് അവകാശം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഐ എം നോ പ്രോബ്ലം. ആരാന്ന് ചെവി കേട്ടൂടെ? അതെ, ഈ വാതിലും തുറക്കോ? ഇത് എന്റെ റൂമാണ്. വാതിൽ തുറക്കാൻ. തുറക്കാൻ. വാതിൽ തുറക്കുക. ഇത് എന്റെ റൂമാ. തുറക്കാൻ. ഇതിപ്പോ എന്റെ റൂമല്ലേ? ഇത് എന്റെ റൂം തന്നെയാ. തമിഴാ? ആ சொல்லு, யாரது? ഞാനേ ഒരു പാവം മലയാളിയാണേ. ഇതാരാണാവോ? പുരച്ചി തലവിയ. நான் தான் நாகவல்லி. നാഗവല്ലി. എന്നാലേ നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ നാഗവല്ലി. പറഞ്ഞില്ലേ നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ. തുറക്കാൻ. തുറക്കാൻ. തുറക്കും. തുറക്കാൻ പറഞ്ഞില്ലേ? இன்னைக்கு துர்காஷ்டமி நாகவல்லி. அதுக்கு இன்னைக்கு நான் உன்னை என்னெல்லாம் பண்ண போறேன்னு தெரியுமா? തുറക്കതവ്. തുറ.